Hi dear students, Calicut University FIUGP BCom 4th semester core subject ആയിട്ടുള്ള അപ്ലൈഡ് കോസ്റ്റിംഗ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് കോൺട്രാക്ട്, അല്ലേ? അപ്പോൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്, അല്ലേ? ഫസ്റ്റ് നമുക്ക് ടോപ്പിക്കിൽ തന്നെ തന്നിട്ടുണ്ട് എന്താണ്? ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്, അല്ലേ? ദെൻ ടു പാർട്ടീസ് എന്ന് പറയുന്ന സമയത്ത് ദി ഫസ്റ്റ് വൺ ഈസ് കോൺട്രാക്ടർ ആൻഡ് ദി അനദർ വൺ ഈസ് കോൺട്രാക്റ്റി, അല്ലേ? കോൺട്രാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇസ് എ പേഴ്സൺ ഹൂ അണ്ടർടേക്ക് ദി വർക്ക്, the person who undertake the work. Then contractee is the person who gives the contract for whom the work is done, അല്ലേ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the person who undertake the contract is known as contractor. Then contractee എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? is the person who give the work, അല്ലേ? ദ പേഴ്സൺ ഹു ഗിവ് ദ വർക്കാണ് നമ്മൾ എന്തോട്ട് ഉദ്ദേശിക്കുന്നത്? കോൺട്രാക്റ്റി എന്നതോട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ഒരു കോൺട്രാക്റ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡൺ ആസ് പെർ ദി റിക്വയർമെൻറ്റ് ഓഫ് കസ്റ്റമേഴ്സ്, അല്ലേ? അപ്പോൾ നമുക്കതിനെ എങ്ങനെ പറയാൻ പറ്റും? സ്പെസിഫിക് ഫോം ഓഫ് ജോബ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫോം ഓഫ് ജോബ് കോസ്റ്റിംഗ് ആണ് ഏതെന്ന് പറയുന്നത്? കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്, അല്ലേ? ദെൻ അതേപോലെ തന്നെ അതിന് ഒരു ഡെഫിനേഷൻ CIMA തന്നിട്ടുള്ള ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് the work is done as per the customer's special requirement and each order is for a long duration, അല്ലേ? അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടിയാണ്. ടു പാർട്ടി കോൺട്രാക്ടർ ആൻഡ് കോൺട്രാക്റ്റി. വർക്ക് ഈസ് ഡൺ ആസ് പെർ ദി റിക്വയർമെൻറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഓർഡർ. ഫോം ഓഫ് ജോബ് കോസ്റ്റിംഗ് ആണ്. ദെൻ അതേപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞത് എന്താണ്? സ്പെഷ്യൽ ഫോം ഓഫ് ജോബ് കോസ്റ്റിംഗ് ആണ്. ദെൻ അതേപോലെ തന്നെ ലോങ് ഡ്യൂറേഷനിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഈ ഒരു ജോബ് കോസ്റ്റിംഗ് ഏറ്റെടുക്കാറുള്ളത്, അല്ലേ? അതായത് യൂഷ്വലി ടേക്ക് എ ലോങ് ടൈം ഫോർ എക്സിക്യൂഷൻ ഓർ കംപ്ലീഷൻ. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സാണ് പിന്നെ നമുക്ക് പറയാനുള്ളത്. ഫീച്ചേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്, അല്ലേ? അപ്ലൈഡ് ബൈ അല്ലെങ്കിൽ യൂസ്ഡ് ബൈ നോർമലി കൺസ്ട്രക്ഷൻ കമ്പനീസ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ എൻഗേജ് ചെയ്തിട്ടുള്ള കമ്പനീസാണ് എന്ത് യൂസ് ചെയ്യാറുള്ളത്? ഈ കോൺട്രാക്റ്റ് യൂസ് ചെയ്യാറുള്ളത്. ദെൻ അതേപോലെ തന്നെ ദ വർക്ക് ഈസ് ഡൺ ആസ് പെർ ദ റിക്വയർമെൻറ്റ് ഓഫ് കസ്റ്റമേഴ്സ് നീഡ്. കസ്റ്റമർ മീൻസ് കോൺട്രാക്റ്റിയാണ് നമ്മളുടെ ഇവിടുത്തെ കസ്റ്റമർ എന്ന് പറയുന്നത്. ദെൻ ലാർജ് ജോബാണ്, ഹ്യൂജ് കോസ്റ്റ്, അല്ലേ? ഇതൊക്കെ നമുക്ക് ആ ഒരു കോൺട്രാക്റ്റിനെ ചിന്തിച്ച് നോക്കിയാൽ കിട്ടുന്നതാണ്. ലാർജ് ജോബാണ്, ഹ്യൂജ് കോസ്റ്റ് ആണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. ദെൻ അതേപോലെ തന്നെ ദ വർക്ക് ഈസ് ഡൺ അറ്റ് കസ്റ്റമേഴ്സ് സൈറ്റ്, അല്ലേ? വർക്ക് ഈസ് എക്സിക്യൂട്ടഡ് അറ്റ് ദി കസ്റ്റമേഴ്സ് സൈറ്റ് ആൻഡ് നോട്ട് അറ്റ് ദി ഫാക്ടറി, അല്ലേ? നമ്മൾ ഫാക്ടറിയിൽ വെച്ചിട്ട് നമുക്ക് കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എവിടെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ? അറ്റ് ദ സൈറ്റിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അറ്റ് ദി സെയിം ടൈം ഇറ്റ് റിക്വയേഴ്സ് ലോങ് ടൈം ഫോർ കംപ്ലീഷൻ. ദെൻ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഡെഫിനിഷനിൽ പറഞ്ഞതാണ്. ഇതിനെക്കുറിച്ച് കോൺട്രാക്ട് കോസ്റ്റിങ്ങിനെ കുറിച്ച് ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് കെപ്റ്റ് ഫോർ ഈച്ച് കോൺട്രാക്ട്, അല്ലേ? അതായത് കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻ ഫോർ ഈച്ച് ആൻഡ് എവരി കോൺട്രാക്ട്, അല്ലേ? ദെൻ അതേപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദി എക്സ്പെൻസസ് ആർ ഇൻ ദി ഫോം ഓഫ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്, അല്ലേ? ദെൻ അതേപോലെ തന്നെ ടോട്ടൽ കോസ്റ്റിൻ്റെ മോസ്റ്റ് ഓഫ് ദി എക്സ്പെൻസസ് എൻകേർഡ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ആണ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ സ്മോൾ പോർഷൻ മാത്രമാണ് ഇത് വരുള്ളൂ, ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ വരുള്ളൂ. ദെൻ അതേപോലെ തന്നെ പ്രോഫിറ്റ് കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ നോർമൽ കേസിൽ നമ്മളൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇറ്റ് റിക്വയേഴ്സ് ലോങ് ടൈം ഫോർ എക്സിക്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ്?
പ്രോഫിറ്റ് അപ്പോൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും, പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ നിന്നുള്ള പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്ച്വൽ പ്രോഫിറ്റ് ആണ് അല്ലേ. ദെൻ എന്താണ്, പ്രോഫിറ്റ് ഫ്രം ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്സിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, നോഷണൽ പ്രോഫിറ്റ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വട്ട് ഈസ് കോൺട്രാക്ട് കോസ്റ്റിംഗ്, ദെൻ സെക്കൻഡ് വൺ പറഞ്ഞത് അതിൻ്റെ ഫീച്ചേഴ്സാണ്. ആ ഡെഫിനിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും, ഫീച്ചേഴ്സ് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ മെയിനായിട്ട് ബേസിക്കായിട്ട് പറഞ്ഞത് എന്താണ്, മോസ്റ്റ് ഓഫ് ദ എക്സ്പെൻസസ് ഡയറക്റ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ പ്രോഫിറ്റ് ഫ്രം ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നോഷണൽ പ്രോഫിറ്റ് ആണ്. ഇറ്റ് റിക്വയേഴ്സ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ലോങ് ടൈം ആവശ്യമാണ് അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ. ദെൻ അതേപോലെ തന്നെ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻ ഫോർ ഈച്ച് ആൻഡ് എവരി കോൺട്രാക്റ്റ്. ഇത്രയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്, കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ദെൻ അതിന് ശേഷം പറയുന്നത് നമ്മളതിൻ്റെ അപ്ലിക്കേഷൻസ് ഓഫ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ആണ് അല്ലേ. അതായത് ഏരിയാസ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എവിടേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. നോർമൽ കേസിൽ നമുക്കറിയാം ആരൊക്കെയാണ് യൂസ് ചെയ്യുക, ബിൽഡേഴ്സ് അല്ലേ. അതായത് കൺസ്ട്രക്ഷൻ പർപ്പസിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാറുള്ളത്. സിവിൽ എഞ്ചിനീയേഴ്സ്, ദെൻ അതേപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സൊക്കെയാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്, കോൺട്രാക്ട് കോസ്റ്റിംഗ് യൂസ് ചെയ്യാറുള്ളത്. എന്തിനൊക്കെയാണ്, റോഡ്, ബ്രിഡ്ജ്, എസ്റ്റേറ്റ്, ദെൻ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇവിടെ ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആൻഡ് ജോബ് കോസ്റ്റിംഗ് ആണ് അല്ലേ. കോൺട്രാക്ട് കോസ്റ്റിങ്ങും ജോബ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന് ബേസിക്കായിട്ട് നമുക്കറിയണം. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ജോബ് കോസ്റ്റിംഗ് മീൻസ്, സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു ജോബ് കോസ്റ്റിംഗ് എന്താണെന്നുള്ളത്. എന്താണ്, കാൽക്കുലേഷൻ ഓർ എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് എ ജോബ് എന്നാണ് നമ്മൾ സിമ്പിളായിട്ട് ഏതോട്ട് മീൻ ചെയ്യുന്നത്, ജോബ് കോസ്റ്റിംഗ് എന്നതോട്ട് അല്ലേ. ദെൻ ഒരു ജോബ് കോസ്റ്റിംഗ്, ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ ഓഫ് കോഴ്സ് നമുക്ക് എത്ര സമയം മതി അല്ലേ, ഷോർട്ട് ടൈം മതി ഇതിന് വേണ്ടിയിട്ട് ജോബ് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഡ്യൂറേഷൻ അല്ലേ. അപ്പോൾ ബേസിക്കായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡ്യൂറേഷനാണ്. ഡ്യൂറേഷൻ ഷോർട്ട് ടൈം ആണ് റിക്വയേഴ്സ് അല്ലേ, ഷോർട്ട് ടൈം റിക്വയേഴ്സ് ഫോർ കംപ്ലീഷൻ. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാലോ ഇറ്റ് റിക്വയേഴ്സ് ലോങ് ടൈം ഫോർ കംപ്ലീഷൻ. ഇപ്പോൾ ഫസ്റ്റ് പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫീച്ചേഴ്സിൽ പറഞ്ഞതാണ്, വർക്ക് ഈസ് ഡൺ അറ്റ് ഫാക്ടറി പ്രിമൈസസ്. ഏതിൻ്റെ കേസിൽ, ജോബ് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ. ഫോർ എക്സാമ്പിൾ ഒരു റിപ്പയർ ഷോപ്പാണെങ്കിൽ അവിടെ ഒരു സ്പെസിഫിക് ജോബ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെയാണ് വർക്ക് കണ്ടക്ട് ചെയ്യുന്നത്, എവിടെ വെച്ചിട്ടാണ്, ഫാക്ടറി പ്രിമൈസിലാണ് അല്ലേ. ഇനി കോൺട്രാക്റ്റ് വർക്ക് എന്ന് പറയുന്ന സമയത്ത് ഈസ് എക്സിക്യൂട്ടഡ് അറ്റ് സൈറ്റാണ് അല്ലേ. നമുക്ക് കോൺട്രാക്റ്റ് ഫാക്ടറിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി ജോബ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്മോൾ കോൺട്രാക്റ്റാണ് അല്ലേ. കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ബിഗ് ആയിട്ടുള്ള ജോബാണ്. ഇനി പ്രോഫിറ്റ് അസർട്ടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ജോബ് കോസ്റ്റിങ്ങിൽ ഓൺലി ഓൺ കംപ്ലീഷൻ ഓഫ് ദ ജോബാണ് അല്ലേ. നമ്മളൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് അസർട്ടൈൻ ചെയ്യുന്നത്, കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് പ്രോഫിറ്റ്, ഏതിൻ്റെ കേസിൽ, കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് അസർട്ടൈൻഡ് ഈവൺ ഇഫ് ദ കോൺട്രാക്ട് ഈസ് നോട്ട് കംപ്ലീറ്റഡ് അല്ലേ. ഈവൺ ഇഫ് ദ കോൺട്രാക്ട് ഈസ് നോട്ട് കംപ്ലീറ്റഡ് നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റാണ് ഏതെന്ന് പറയുന്നത്, നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി പ്രപ്പോർഷൻ ഓഫ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഈസ് ഹൈ ഇൻ കേസ് ഓഫ് ജോബ് കോസ്റ്റിംഗ് അല്ലേ. ദെൻ നമ്മൾ പറഞ്ഞു കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ പറഞ്ഞു എന്താണ്, പ്രപ്പോർഷൻ ഓഫ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഈസ് ലോ, ദറ്റ് ഈസ് പ്രപ്പോർഷൻ ഓഫ് ഡയറക്റ്റ് കോസ്റ്റ് ഈസ് ഹൈ ഇൻ കേസ് ഓഫ് കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. ഇനി സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഓഫ് എ ജോബ് എപ്പോഴാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക അല്ലെങ്കിൽ എപ്പോഴാണ് പേ ചെയ്യുക, ഈസ് പെയ്ഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ജോബ് ഇൻ ഫുൾ അല്ലേ. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്താലാണ് നമ്മൾ എന്ത് പേ ചെയ്യുള്ളൂ, പ്രൈസ് പേ ചെയ്യുള്ളൂ. പക്ഷേ ഇൻ കേസ് ഓഫ് കോൺട്രാക്ട് കോസ്റ്റിംഗ് പ്രൈസ് ഈസ് പെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. ഇത്രയൊക്കെയാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്, നമ്മളുടെ ജോബ് കോസ്റ്റിങ്ങും കോൺട്രാക്ട് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് അല്ലേ. അപ്പോൾ ഒന്ന് ഷോർട്ട് ടൈമാണ്, മറ്റേത് എന്താണ്, ലോങ് ടൈമാണ് അല്ലേ. അതായത് ജോബ് കോസ്റ്റിംഗ് ഷോർട്ട് ടൈമാണ്, കോൺട്രാക്ട് കോസ്റ്റിംഗ് ലോങ് ടൈമാണ്, അല്ലെങ്കിൽ ലോങ് ടൈം അല്ലെങ്കിൽ ഡ്യൂറേഷൻ കൂടുതലാണ്. ഇനി വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക്
പ്രിപ്പയർ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഫാക്ടറി പ്രിമൈസസിലാണ്. ദെൻ കോൺട്രാക്ട് കോസ്റ്റിങ്ങിലാണെങ്കിൽ എവിടെയാണ്? സൈറ്റിലാണ്. ഇനി ജോബ് എന്ന് പറയുന്നത് സ്മോൾ കോൺട്രാക്റ്റ് ആണ്. ജോബ് കോസ്റ്റിംഗ് സ്മോൾ കോൺട്രാക്റ്റ് ആണ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണ്? ബിഗ് ആയിട്ടുള്ള ജോബാണ്. കംപ്ലീറ്റ് ചെയ്താലാണ് പ്രോഫിറ്റ് ജോബ് കോസ്റ്റിങ്ങിൽ അസർട്ടൈൻ ചെയ്യുള്ളൂ. കോൺട്രാക്ട് കോസ്റ്റിങ്ങിലാണെങ്കിൽ എന്താണ്? നോഷണൽ പ്രോഫിറ്റ്, ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്റ്റിലെ പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഇനി പ്രപ്പോർഷൻ ഓഫ് ഡയറക്റ്റ് കോസ്റ്റ് ഏതിനകത്ത് കൂടുതലാണ്? ജോബ് കോസ്റ്റിങ്ങിനകത്ത് കൂടുതലാണ്. ഇനി കോൺട്രാക്ട് കോസ്റ്റിങ്ങിലാണെങ്കിലോ ഡയറക്റ്റ് കോസ്റ്റാണ് പ്രപ്പോർഷൻ കൂടുതൽ. സെല്ലിംഗ് പ്രൈസ് നമ്മൾ എപ്പോഴാണ് ജോബ് കോസ്റ്റിങ്ങിൽ പേ ചെയ്യുക? ആഫ്റ്റർ ദ ജോബ് ഈസ് കംപ്ലീറ്റഡ്. ദെൻ ഇൻ കേസ് ഓഫ് കോൺട്രാക്ട് കോസ്റ്റിംഗ് ദ സെല്ലിംഗ് പ്രൈസ് ഈസ് പെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. അല്ലേ? ഇത്രയൊക്കെയാണ് അപ്പോൾ നമ്മളുടെ ഏതിനെക്കുറിച്ച് പറയാനുള്ളത്? ജോബ് കോസ്റ്റിങ്ങും കോൺട്രാക്ട് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ്. ഇനി നമുക്ക് പ്രോബ്ലം സൈഡിലോട്ടാണ് നമ്മൾ ഇനി അടുത്തത് പോകുന്നത്. അല്ലേ? അതായത് അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ കോൺട്രാക്ട്. ഇതാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ ബേസിക്കായിട്ട് പ്രോബ്ലം സൈഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലേ? ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? കോൺട്രാക്ടർ ഉണ്ട്, കോൺട്രാക്റ്റി ഉണ്ട്. ഇവരെന്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും? അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ഈ അക്കൗണ്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ലേ? അതിനകത്ത് ഫസ്റ്റ് അക്കൗണ്ടാണ് ഏതെന്ന് പറയുന്നത്? കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അല്ലേ? ഫസ്റ്റ് അക്കൗണ്ട് ഏതാണ്? കോൺട്രാക്റ്റ് അക്കൗണ്ട്. ദെൻ എ കോൺട്രാക്ടർ പ്രിപ്പയർ ടു അക്കൗണ്ട്, നെയിംലി കോൺട്രാക്റ്റ് അക്കൗണ്ട് ആൻഡ് കോൺട്രാക്ടേഴ്സ് അക്കൗണ്ട്. അല്ലേ? അപ്പോൾ കോൺട്രാക്ടർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? അതായത് വർക്ക് തന്ന ആൾ, ദറ്റ് ഈസ് കോൺട്രാക്റ്റി, എന്തൊക്കെ തരത്തിലുള്ള പേയ്മെൻറ്റ്സ് തന്നു, ഏതൊക്കെയാണ് അതിനകത്ത് റെക്കോർഡ് ചെയ്തത്, അത് കാര്യങ്ങളാണ് അറിയേണ്ടത്. അപ്പോൾ ഓഫ് കോഴ്സ് കോൺട്രാക്ടറുടെ വ്യൂ പോയിന്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള ആളെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് കോൺട്രാക്ടർ പ്രിപ്പയർ ചെയ്യുന്നത് ഏത് അക്കൗണ്ടാണ്? കോൺട്രാക്ടീസ് അക്കൗണ്ടും ദെൻ അതേപോലെ തന്നെ കോൺട്രാക്റ്റ് അക്കൗണ്ടും. രണ്ട് അക്കൗണ്ടാണ് ആര് പ്രിപ്പയർ ചെയ്യേണ്ടത്? കോൺട്രാക്ടർ പ്രിപ്പയർ ചെയ്യേണ്ടത് കേട്ടോ, മറക്കരുത്. ഇനി കോൺട്രാക്റ്റി പ്രിപ്പയർ ചെയ്യുന്നത് എത്ര അക്കൗണ്ട് മാത്രമാണ്? ഒരു അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടുള്ളൂ. കാരണം അയാൾ അറ്റ് എ ടൈമിൽ എന്താണ്? ഒരു കോൺട്രാക്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരിക്കുള്ളൂ. ദെൻ ആരിനെ കുറിച്ച് മാത്രമാണ്? കോൺട്രാക്ടർക്ക് കൊടുത്തിട്ടുള്ള പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കോൺട്രാക്റ്റി പ്രിപ്പയർ ചെയ്യുന്നത് ഓൺലി വൺ അക്കൗണ്ട്, ദറ്റ് ഈസ് കോൺട്രാക്ടേഴ്സ് അക്കൗണ്ട്. കോൺട്രാക്ടർ ആണെങ്കിൽ രണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, കോൺട്രാക്റ്റ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം, ദെൻ അതേപോലെ തന്നെ കോൺട്രാക്ടീസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. ദെൻ ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി നമ്മളുടെ ഇതിൻ്റെ നേച്ചറാണ് അടുത്ത് പറയുന്നത്. അതായത് കോൺട്രാക്ടീസ് അക്കൗണ്ടും ദെൻ അതേപോലെ തന്നെ കോൺട്രാക്ടേഴ്സ് അക്കൗണ്ടും ഏത് നേച്ചറിലുള്ളതാണ്? പേഴ്സണൽ അക്കൗണ്ടാണ്. അല്ലേ? അപ്പോൾ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾസാണ് നമ്മളെവിടെ അപ്ലൈ ചെയ്യേണ്ടത്? കോൺട്രാക്ടീസ് അക്കൗണ്ടിലും കോൺട്രാക്ടേഴ്സ് അക്കൗണ്ടിലും ഫോളോ ചെയ്യേണ്ടത്. എന്നാൽ കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? നോമിനൽ അക്കൗണ്ടാണ്. അല്ലേ? നോമിനൽ അക്കൗണ്ടാണ്, എക്സ്പെൻസസ് ആണ് നമ്മളവിടെ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോമിനൽ അക്കൗണ്ടിൽ, അതായത് കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഏത് നേച്ചറാണ്? നോമിനൽ അക്കൗണ്ടിൻ്റെ നേച്ചറാണ്. അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കോൺട്രാക്റ്റ് അക്കൗണ്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അസർട്ടൈൻമെൻറ്റിനാണ്. അല്ലേ? ഇൻ ഈച്ച് കോൺട്രാക്റ്റ് അക്കൗണ്ട് ബിക്കം എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഏത് നേച്ചറിലുള്ളതാണ്? നോമിനൽ അക്കൗണ്ടിൻ്റെ നേച്ചറിലുള്ളതാണ്. അല്ലേ? ഇനി നമ്മളുടെ പറഞ്ഞു കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ഇറ്റ് റിക്വയേഴ്സ് മോർ ദാൻ 1 year, അല്ലേ? ഫോർ കംപ്ലീഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കോൺട്രാക്റ്റ് അക്കൗണ്ട് കവേഴ്സ് മോർ ദാൻ 1 അക്കൗണ്ടിങ് ഇയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് അക്കൗണ്ടിങ് പീരീഡ്. അല്ലേ? അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടല്ല പ്രിപ്പയർ ചെയ്യുന്നത്. കോൺട്രാക്റ്റ് അക്കൗണ്ട് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് അക്കൗണ്ടിങ് ഇയർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ പ്രോഫിറ്റാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അല്ലേ? ഇനി നമ്മളതിൻ്റെ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുക? അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ദി കോൺട്രാക്ട് ക്യാൻ ബി ഡിസ്കസ്ഡ് അണ്ടർ 2 സിറ്റുവേഷൻസ് ആണ്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റഡ് കോൺട്രാക്ട്സ് ആണ്. രണ്ടാമത്തെ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആണ്. അല്ലേ? അപ്പോൾ കംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും? വർക്ക് കംപ്ലീറ്റ് ചെയ്തു, കോൺട്രാക്റ്റ് പ്രൈസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? പേ ചെയ്തു. അല്ലേ? ഇനി ഐറ്റംസ് എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം
എല്ലാ എക്സ്പെൻസസും നമ്മൾ ഏത് സൈഡിൽ എഴുതുക? ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. അപ്പോൾ ഒരു കോൺട്രാക്റ്റിലേക്കുള്ള എക്സ്പെൻസസ് എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെയാണ്? മെറ്റീരിയൽ വരും അല്ലേ? എല്ലാം ഒരുവിധം എല്ലാം എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ നേച്ചറാണെന്നാണ് നമ്മൾ പറഞ്ഞത്. മെറ്റീരിയൽ, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇനി ഓവർ ഹെഡ് അല്ലേ? ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഓവർ ഹെഡ് എന്ന് പറയുന്നത് അല്ലേ? ഇനി ഈ പ്ലാന്റ് അതേപോലെ തന്നെ ഈ പ്ലാന്റ് എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇനി പിന്നെന്താണ്? മെറ്റീരിയൽ റിട്ടേൺഡ് ഓർ ട്രാൻസ്ഫേർഡ് അല്ലേ? അതായത് നമ്മളൊരു ജോബിലോട്ട് ഇഷ്യൂ ചെയ്ത മെറ്റീരിയൽസ് എന്ത് ചെയ്യാണ്? റിട്ടേൺ ചെയ്യാണ് അല്ലേ? അല്ലെങ്കിൽ വേറൊരു ജോബിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതായത് സൈഡിലാണ് എഴുതുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. അതായത് ഇവിടുത്തെ മെറ്റീരിയലിൽ നിന്ന് ഈ എമൗണ്ട് എന്ത് ചെയ്യണം? കുറയണം. അപ്പോഴാണ് ഇവിടുത്തെ ആക്ച്വൽ ബാലൻസ് അവിടെ എന്ത് ചെയ്യാവുള്ളൂ? വരുള്ളൂ അല്ലേ? ഇനി മെറ്റീരിയൽസ് എന്തെങ്കിലും നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി സൈറ്റിനകത്ത് കിടക്കുന്ന മെറ്റീരിയൽസ്, ദെൻ ഇനി പ്ലാന്റ് അറ്റ് സൈറ്റ്, ദെൻ അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ കൊടുത്ത പ്രൈസാണ് എവിടെ എഴുതുന്നത്? കോൺട്രാക്റ്റ് പ്രൈസിനകത്ത് എഴുതുന്നത് അല്ലേ? ഇനി പ്ലാന്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞല്ലോ. ഇനി കംപ്ലീറ്റഡ് കോൺട്രാക്റ്റിൻ്റെ കേസിൽ നമ്മളിവിടെ എന്ത് ചെയ്യും? കോൺട്രാക്റ്റ് പ്രൈസ് നമ്മൾ എന്ത് ചെയ്യാണ്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഈ എക്സ്പെൻസസ് ഒക്കെ നമ്മളതൊന്ന് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന ബാലൻസ് ആണ് ഏതെന്നായിട്ട് പറയുക? ഇവിടെയാണെങ്കിൽ പ്രോഫിറ്റ് വരും, ഇവിടെയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡ് കൂടുകയാണെങ്കിൽ അവിടെ എന്താണ്? ലോസ് ആയിട്ടാണ് വരിക. ഇനി അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ, അതായത് കംപ്ലീറ്റഡ് കോൺട്രാക്റ്റിൻ്റെ കേസിൽ ക്യാഷ് ഓർ അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം ദ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാറില്ല? കൺസിഡർ ചെയ്യാറില്ല. ഏത് അക്കൗണ്ടിൽ? കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ. ഇനി അടുത്തത് ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻ കോൺട്രാക്റ്റ് അക്കൗണ്ടാണ്. ഇവിടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് വെൻ പ്ലാന്റ് ഈസ് ലീസ്ഡ് അല്ലേ? അതായത് നമ്മൾ പ്ലാന്റ് വാങ്ങിയിട്ടുള്ളത് എങ്ങനെയാണ്? ലീസിനാണ്. അങ്ങനെ ലീസിനാണ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. എന്താണ്? ലീസിങ് ചാർജസ് ആർ ഡയറക്ട്ലി നമ്മളെവിടെ എടുക്കൂ? ചാർജ്ഡ് ഡയറക്ട്ലി ടു ദ കോൺട്രാക്റ്റ് അക്കൗണ്ട് അല്ലേ? ലീസിങ് ചാർജ് എക്സ്പെൻസ് ആണ്. നമ്മളവിടെ എവിടെ എഴുതും? ഡെബിറ്റ് സൈഡിൽ എഴുതും. എങ്ങനെയാണെങ്കിൽ പ്ലാന്റ് എടുക്കുന്നത് എങ്ങനെയാണ്? ലീസിനാണ്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെൻ പ്ലാന്റ് ഈസ് പർച്ചേസ്ഡ് അല്ലേ? നമ്മൾ പ്ലാന്റ് എന്ത് ചെയ്യാണ്? പർച്ചേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് രണ്ട് മെത്തേഡ്സാണ് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഒന്നാമത്തെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്? അറ്റ് ദി ടൈം ഓഫ് ഇഷ്യൂ ഓഫ് പ്ലാൻ ടു ദ കോൺട്രാക്റ്റ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ടു ദി ഫുൾ വാല്യൂ ഓഫ് ദ പ്ലാൻ അല്ലേ? അതായത് നമ്മൾ ഇഷ്യൂ ചെയ്യാണ്, പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കോൺട്രാക്റ്റിലോട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു എമൗണ്ട്, പ്ലാന്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്, പ്ലാന്റ് മെഷീനറി ഇതൊക്കെ വരാം കേട്ടോ. അപ്പോൾ എന്താണ്? പ്ലാന്റിൻ്റെ എമൗണ്ട് നമ്മൾ എന്താണ്? ഫുൾ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി അറ്റ് ദി എൻഡ് ഓഫ് ദ പീരീഡ് കോൺട്രാക്റ്റ് അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ്? ഡിപ്രീസിയേറ്റഡ് വാല്യൂ, ദാറ്റ് ഈസ് കോസ്റ്റിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള ഫിഗർ വെച്ചിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിപ്രീസിയേഷൻ അവിടെ ഏത് സൈഡിൽ കയറിയിട്ടുണ്ട്? ഡെബിറ്റ് സൈഡിൽ കയറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? യൂസ് ചെയ്യാറുള്ളത് അല്ലേ? ഇവിടെ എങ്ങനെയാണ് ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്? എങ്ങനെയാണ്? പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് യൂസ്ഡ് അറ്റ് ദ കോൺട്രാക്ട് സൈഡ് ഫോർ എ ലോങ് പീരീഡ് അല്ലേ? ലോങ് പീരീഡിലോട്ട് നമ്മളത് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യാറുള്ളത്? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുള്ളത്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കണ്ടോ? പ്ലാന്റ്, അതായത് ഫുൾ വാല്യൂ നമ്മളിവിടെ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഇനി പ്ലാന്റ് അറ്റ് സൈറ്റ്, കോസ്റ്റ് നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഇതാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ്, സെക്കൻഡ് മെത്തേഡാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അതായത് നമ്മൾ മെഷീൻ അവർ റേറ്റിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നതെങ്കിൽ, അതായത് കോസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് അവർ റേറ്റിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക? സെക്കൻഡ് മെത്തേഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ അവർലി റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബാക്കി എക്സ്പെൻസസ് എല്ലാം കൂടി നോക്കിയിട്ട് അവർലി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അത് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യാണ്? അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാണ് അല്ലേ? ദെൻ അതേപോലെ തന്നെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഏത് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം? പ്ലാന്റ് ലെഡ്ജർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? ദെൻ ഇവിടെ കോസ്റ്റ്ലി പ്ലാൻസിൻ്റെ കേസിൽ, അതായത് ഒരു പ്ലാന്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഹ്യൂജ് എമൗണ്ട് എക്സ്പെൻസ് ആയി വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാറുള്ളത്? സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്യാറുള്ളത്. നോർമലായിട്ട് നമുക്ക് ഫസ്റ്റ് മെത്തേഡിലുള്ള പ്രോബ്ലംസാണ് കൂടുതലായിട്ട് ടെക്സ്റ്റിനകത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കുറച്ച്
നമ്മളുടെ ഏതിനെ കുറിച്ച് പറയാനുള്ളത്, ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ പ്രോബ്ലം സൈഡിൽ ഫസ്റ്റ് മോഡൽ എടുക്കാൻ പോകുന്നതാണ് കംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനാണ് അല്ലേ. അപ്പോൾ നമ്മളൊരു പ്രോബ്ലം നോക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്, മധു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കോൺട്രാക്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ബിൽഡിംഗ് കോൺട്രാക്റ്റാണ്. ദെൻ ഇവിടെ മധു ഏതാണ്, കോൺട്രാക്ടറാണ് അല്ലേ. ദെൻ അതേപോലെ തന്നെ സുന്ദർ എന്താരാണ്, കോൺട്രാക്റ്റിയാണ് അല്ലേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർടേക്ക് എ കോൺട്രാക്ട് ഫോർ കൺസ്ട്രക്ടിങ് എ ബിൽഡിംഗ് ആണ് ഫോർ സുന്ദർ, ദറ്റ് ഈസ് സുന്ദർ ഈസ് കോൺട്രാക്റ്റി. ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞോന്ന് മാത്രമേ ഉള്ളൂ. കോൺട്രാക്റ്റ് പ്രൈസ് 75,000 ആണ്. ഫോളോയിങ് എക്സ്പെൻസസ് നമ്മൾ പറഞ്ഞു, എല്ലാ എക്സ്പെൻസസും എടുത്തിട്ട് നമ്മൾ ഏത് സൈഡിൽ എഴുതും, ഡെബിറ്റ് സൈഡിൽ എഴുതും അല്ലേ. അപ്പോൾ ഫസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കൺസ്യൂമഡ് ആണ്, ഒരു ഡൗട്ടും ഇല്ല. നമ്മൾ ഏത് സൈഡിലാണ് എഴുതേണ്ടത്, ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഇനി അത് എഴുതുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു കാര്യം കൂടി എൻ്റെ അടിയിൽ തന്നിട്ടുണ്ട്, മെറ്റീരിയൽസ് ഇൻ ഹാൻഡ് അറ്റ് ദി എൻഡ് ആണ് അല്ലേ. കയ്യിലുള്ള മെറ്റീരിയൽസാണ്, കയ്യിലുള്ളതും ദെൻ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകം ഈ ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് മെറ്റീരിയൽ ഉണ്ട്, അതും നമ്മൾ ഏതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടാവും, ഈ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതെന്ത് ചെയ്യും, യൂസ് ചെയ്യും അല്ലേ. പിന്നെന്താണ്, ഈ കോൺട്രാക്റ്റിലേക്ക് വേണ്ടി യൂസ് ചെയ്ത മെറ്റീരിയൽസും യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് അതൊന്ന് എന്ത് മനസ്സിലാക്കാം, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലാണ് ഈ കോൺട്രാക്റ്റിൽ യൂസ് ചെയ്ത മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത്, അതായത് മെറ്റീരിയൽ കൺസ്യൂംഡും ദെൻ അതേപോലെ തന്നെ അതായത് ഇപ്പോൾ ഇഷ്യൂ ചെയ്തതാണ് ഈ കൺസ്യൂംഡ് എന്ന് പറയുന്നത്, നേരത്തെ നമ്മളുടെ കയ്യിലുള്ളതാണ് ഇതെന്ന് പറയുന്നത് 1000 അല്ലേ. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ എന്ത് കിട്ടുള്ളൂ, മെറ്റീരിയൽ കൺസ്യൂംഡ് അല്ലേ, അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഇഷ്യൂഡ് എന്നൊക്കെ പറയാം. ഇനി ബാക്കിയുള്ളതിലൊന്നും ഡൗട്ടില്ല. വേജസ് നമ്മൾ നോക്കി 35,000 എഴുതുന്നു. ദെൻ അതേപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസസ് 20,000 നോക്കുന്നു. ഇനി പ്ലാന്റ് പർച്ചേസ്ഡ് അല്ലേ, പ്ലാന്റ് പർച്ചേസ്ഡിൻ്റെ കേസിൽ നമ്മളിത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോബ്ലം വായിച്ചു നോക്കുകയാണ്. കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് 31/3/2026 പ്രൈസ് എങ്ങനെയാണ്, ഡ്യൂലി റിസീവ്ഡ് ആണ്, ദറ്റ് ഈസ് കംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഡിപ്രീസിയേഷൻ 10% ആണ് പ്ലാന്റിന് ചാർജ് ചെയ്യണമെന്ന് നമ്മളോട് പറഞ്ഞു. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അറ്റ് 20% ഓൺ വേജസ് ആണ്. ഇത് രണ്ടുമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പ്ലാന്റിൻ്റെ ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതിയാൽ മതി, ഡിപ്രീസിയേഷൻ്റെ എന്തെഴുതാം, പെർസെൻറ്റേജ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് മെത്തേഡാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത എമൗണ്ടും തന്നിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ്റെ എമൗണ്ടും നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, പ്ലാന്റ് പർച്ചേസ് ചെയ്ത എമൗണ്ട്, പ്ലാന്റ് പർച്ചേസ് ചെയ്തത് എത്രയ്ക്കാണ്, 10,000 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫുൾ വാല്യൂ നമ്മളിവിടെ റെക്കോർഡ് ചെയ്തു അല്ലേ. ഇനി ഫുൾ വാല്യൂ റെക്കോർഡ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക, നമ്മളുടെ പ്ലാന്റ് അറ്റ് സൈറ്റ് ആദ്യം നമ്മൾ ഇന്നർ കോളത്തിലാണ് എഴുതുന്നത്. നമ്മൾ എന്താ പറഞ്ഞത്, പ്ലാന്റ് അറ്റ് സൈറ്റ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. എങ്ങനെയാണ്, കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ വാല്യൂ ആണ് എഴുതുക. പ്ലാന്റിൻ്റെ കോസ്റ്റ് എത്രയാണ്, 10,000 ആണ്. ഡിപ്രീസിയേഷൻ എത്രയാണ്, 750 ആണ് അല്ലേ. 750 കിട്ടിയത് എങ്ങനെയാണ്, 750 എങ്ങനെയാണ് കിട്ടിയത് നോക്കാം. എങ്ങനെ കിട്ടിയത്, നമ്മളുടെ പ്ലാന്റ് പർച്ചേസ് ചെയ്തത് 10% അല്ലേ, സോറി, പ്ലാന്റ് പർച്ചേസ് ചെയ്തത് 10,000-നാണ്. ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, 10% അല്ലേ. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം നമുക്കിവിടെ ഡേറ്റുകൾ സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട്, അത് നോക്കണം കേട്ടോ. കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്, 1 ജൂലൈയിലാണ്. കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നാണ്, 31 മാർച്ചാണ്. അപ്പോൾ നമ്മൾ ആ ടൈം പീരീഡ് നോക്കുകയാണ്, ജൂലൈ അല്ലേ. ജൂലൈ എന്ന് പറയുമ്പോൾ ഏതാ മാസം, 7 അല്ലേ. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 12. ഇനി ജാനുവരി, ഫെബ്രുവരി, മാർച്ച് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് കൗണ്ട് ചെയ്യാണ് അല്ലേ. എന്തൊക്കെയാണ്, 7, 8, 9, 10 അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8, 9 മാസമാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അതായത് 7 മീൻസ് ജൂലൈ ആണ് കേട്ടോ. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 1, 2, 3 ഇട്ടാലും മതി, പെട്ടെന്ന് കിട്ടും. അപ്പോൾ എങ്ങനെയാണ്, 9 months ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മുടെ ഡിപ്രീസിയേഷൻ ഫിഗർ കോസ്റ്റ് എത്രയാണ്, 10,000 ഇൻറ്റു
10/100 ദറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 1000 അല്ലേ? 10,000-ൻ്റെ 10% പറയുമ്പോൾ എത്ര വരിക? 1000 ഇൻറ്റു ഇവിടെ ഡേറ്റ് സ്പെസിഫൈ ചെയ്ത് തന്ന കാരണം നമ്മൾ അതെന്ത് ചെയ്യണം? പ്രോപ്പർ ഡേറ്റിലോട്ടുള്ളത് മാറ്റണം അല്ലേ? അപ്പോൾ 9 മാസത്തേട്ട് അല്ലേ? ഒരു വർഷത്തിൽ എത്ര മാസമുണ്ട്? 12. ഇപ്പോൾ ഡിവൈഡഡ് ബൈ 12 അപ്പോൾ ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് എത്ര കിട്ടും? 750. ഇതാണ് കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇവിടെ എത്ര വന്നു? 9,270 അല്ലേ? അപ്പോൾ നമ്മളിവിടെ നോക്കിയേ, പ്ലാന്റിൻ്റെ ഡിപ്രീസിയേഷൻ്റെ ഫിഗർ മാത്രം ഇവിടെ എഴുതുകയാണെങ്കിലും എത്രേൻ്റെ എഫക്റ്റാണ് വരിക? 750 അല്ലേ? ഇങ്ങനെ ചെയ്താലും എത്രേൻ്റെ എഫക്റ്റ് അവിടെ കയറിയിട്ടുള്ളൂ? 750യുടെ എഫക്റ്റാണ് കയറിയിട്ടുള്ളൂ. അത്രയും നോക്കിയാൽ മതി. അപ്പോൾ ആദ്യം ഫുൾ വാല്യൂ ഇവിടെ റെക്കോർഡ് ചെയ്യുക. ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് കോസ്റ്റ്ലെസ് ഡിപ്രീസിയേഷനാണ്. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി അതിനുശേഷം ഇവിടെ ഒരു എക്സ്പെൻസും കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് 20% ഓൺ വേജസ് എന്നാണ് പറഞ്ഞത് അല്ലേ? വേജസിൻ്റെ എമൗണ്ട് എടുക്കുക. വേജസിൻ്റെ എമൗണ്ട് എത്രയാണ്? 35,000. 35,000-ൻ്റെ 20% എന്ന് പറയുമ്പോൾ എത്ര വരും? 7,000 ആണ് അല്ലേ? അപ്പോൾ നമ്മളത് എഴുതി. ഇനി ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എഴുതാനുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് എഴുതാനുള്ളത്? നമ്മൾ ഫോർമാറ്റ് പ്രകാരം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? മെറ്റീരിയൽസ് ഇൻ ഹാൻഡ് നമ്മൾ എവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം അല്ലേ? അതായത് ഈ ഒരു ഫിഗറിൽ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? ഇതെല്ലാം ആഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട് അല്ലേ? ഇനി ഈ മെറ്റീരിയൽസ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് അറ്റ് ദി എൻഡിൽ നമ്മളുടെ കയ്യിൽ ഉണ്ടായതാണ്. അതായത് ഇപ്പോൾ നമ്മൾ മൊത്തം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ ജോബിന് വേണ്ടി തന്നതും അതേപോലെ തന്നെ കയ്യിലുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ഇനി ഈ നമ്മളുടെ കയ്യിൽ ബാലൻസ് എത്രയുണ്ട്? അറ്റ് ദി എൻഡിൽ നമ്മളുടെ ബാലൻസ് എത്രയുണ്ട്? 1000 ഉണ്ട് അല്ലേ? അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? കാണിക്കണം. അല്ലെങ്കിൽ ഇത് മൊത്തം ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ എഫക്റ്റ് ആവും വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1000 നമ്മളിവിടെ റെക്കോർഡ് ചെയ്തു. പ്ലാന്റിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ലാസ്റ്റ് എഴുതേണ്ട ഒരു കാര്യം പറഞ്ഞത് എന്താണ്? കോൺട്രാക്റ്റ് പ്രൈസ് എഴുതണം എന്നാണ് പറഞ്ഞത് അല്ലേ? കോൺട്രാക്റ്റ് പ്രൈസ് കംപ്ലീറ്റഡ് കോൺട്രാക്റ്റിൻ്റെ കേസിലാണ് നമ്മൾ കോൺട്രാക്റ്റ് പ്രൈസ് എഴുതുക അല്ലേ? കോൺട്രാക്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 75,000 ആണ് കോൺട്രാക്റ്റ് പ്രൈസ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? ഈ 75,000 ഇങ്ങോട്ട് എഴുതി. എന്നിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുന്നു, ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുന്നു. ദെൻ ഏത് സൈഡാണോ ടോട്ടലിൽ കൂടുതൽ വരുന്നത് ആ ഫിഗർ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ എഴുതും അല്ലേ? ഇവിടെ ഏത് സൈഡാണ് ടോട്ടലിൽ കൂടുതൽ വന്നിട്ടുള്ളത്? നമ്മളുടെ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 98,000 രണ്ട് സൈഡിൽ എഴുതി അല്ലേ? അപ്പോൾ നമുക്കറിയാം ഡെബിറ്റ് സൈഡ് എക്സ്പെൻസ് സൈഡ് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? പ്രോഫിറ്റ് അല്ല, എന്താണ് വരിക? ലോസ് ആണ്, എക്സ്പെൻസ് ആണ് കൂടുതൽ അല്ലേ? അപ്പോൾ ബാലൻസ് ഇവിടെയാണ് ഷോർട്ടേജ് വരിക. അപ്പോൾ നമ്മൾ എന്തെഴുതും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ ലോസ് എത്ര എഴുതും? 12,750 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതും? ഇത്രയാണ് നമുക്ക് ഏതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്? കംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് അക്കൗണ്ടിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനുള്ളത്.